വിവിധ സഭകൾ അവരുടെ പ്രതിനിധികൾ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു പത്രസമ്മേളനമാണ് നടത്തുന്നത്. ഈ പത്രസമ്മേളനത്തിലെ പ്രധാനമായിട്ട് ഞാൻ ഉന്നയിക്കുന്നത് കേരളത്തിൽ ഏതാണ്ടൊരു 49 വർഷത്തിന് ശേഷം ദളിത് ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ആരും കേരള നിയമസഭയിൽ ഉണ്ടായിട്ടില്ല. 49 വർഷത്തിന് ശേഷം. അപ്പൊ അതിൻ്റെ ഒരു വലിയ പ്രതിഷേധം ഞങ്ങൾക്കുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ഈ സമൂഹം എല്ലാ സമസ്ത മേഖലകളിലും രാഷ്ട്രീയ പാർട്ടിയുടെ അടിത്തട്ടിൽ പ്രവർത്തിക്കുന്ന ആ രാഷ്ട്രീയ പാർട്ടിയുടെ ഉള്ളിൽ നിൽക്കുന്നവർക്ക് ഈ നിയമസഭയിൽ പ്രാതിനിധ്യം ഉണ്ടാകണം. അതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. എന്നോടൊപ്പം ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ഇതിന്റെ ഫോറത്തിന്റെ സംസ്ഥാന ചെയർമാനാണ്. എൻ്റെ പേര് MS സദൻ. ഇതിന്റെ ജനറൽ കൺവീനറായിട്ട് പ്രവർത്തിക്കുന്ന നമ്മുടെ ബൈജു ചെറുകോട്ട, അദ്ദേഹം ബിജുപുരം പഞ്ചായത്തിന്റെ 8ാം വാർഡ് മെമ്പറും കൂടിയാണ്. വിവിധ സഭകളുടെ നേതൃത്വമാണ് ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന. വിവിധ സഭാ നേതൃത്വത്തിന്റെ ബിഷപ്പുമാര്, കേരളത്തിൽ അറിയപ്പെടുന്ന പ്രമുഖമായ സമുദായത്തിന്റെ എല്ലാ പിന്തുണയും ഈ പുറത്തിലൂടെ ഞങ്ങൾക്ക് പിന്തുണ അറിയിച്ചിട്ടുണ്ട്. മറ്റു കാര്യങ്ങൾ ഇതിന്റെ നേതൃത്വത്തെ കുറിച്ച് വിശദീകരിക്കുന്നതിന് വേണ്ടി നമ്മുടെ സംസ്ഥാന കൺവീനർ ബൈജു ചെറുകോട്ട ഇവിടെ മറ്റു കാര്യങ്ങളിൽ കൂടെ സംസാരിക്കുന്നത്. കേരളത്തിലെ ക്രിസ്ത്യൻ സഭാ നേതൃത്വവും ക്രിസ്ത്യൻ സംഘടനകളും സംയുക്തമായിട്ട് രൂപീകരിച്ചിട്ടുള്ള പ്രസ്ഥാനമാണ് ക്രിസ്ത്യൻ പൊളിറ്റിക്കൽ ഫോറം. ഞങ്ങളിവിടെ ഇന്ന് പത്രസമ്മേളനം വിളിച്ചതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് ആസന്നമായിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളെ മുന്നണികൾ പരിഗണിക്കണം എന്ന് ആവശ്യപ്പെടുന്നതിന് വേണ്ടിയാണ്. അതോടൊപ്പം തന്നെ ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികൾ മത്സരിക്കുമ്പോൾ പൊതുസമൂഹത്തിനായിരിക്കുന്ന പിന്തുണ ആവശ്യമുണ്ട്. അത് പൊതുസമൂഹത്തിന്റെ പിന്തുണയും അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയാണ് പത്രസമ്മേളനം വിളിച്ചുകൊണ്ടിരിക്കുന്നത്. കേരള നിയമസഭയുടെ ചരിത്രം പരിശോധിച്ചാൽ 2ാം നിയമസഭയിൽ 1960 പി ചാക്കോ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി അദ്ദേഹം തിരുവല്ല അസംബ്ലി നിയോജകമണ്ഡലത്തിൽ മത്സരിച്ചു. 64 വരെയായിരുന്നു അദ്ദേഹത്തിന്റെ കാലാവധി. അതിനുശേഷം നാളുവരെ ഈ സമൂഹത്തിൽ നിന്ന് ഒരു നിയമസഭാ സാമാജികൻ ഉണ്ടായിട്ടില്ല. ഏതാണ്ട് 25 ലക്ഷത്തിലധികം ആളുകൾ ഈ സമൂഹത്തിലുണ്ട്, ഈ സമുദായത്തിലുണ്ട്. കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനം, എല്ലാ പ്രസ്ഥാനങ്ങളും പരിശോധിച്ചാൽ ആ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലൊക്കെ താഴെത്തട്ടിലുള്ള പ്രവർത്തകർ ഈ സമുദായത്തിലെ അംഗങ്ങളാണ്. എന്നാൽ പാർട്ടി പദവികൾ പരിശോധിച്ചാൽ, പാർലമെന്ററി രംഗത്തുള്ള ആളുകളുടേതായിരിക്കുന്ന സാന്നിധ്യം പരിശോധിച്ചാൽ, അതേപോലെ തന്നെ ബോർഡ്, കോർപ്പറേഷൻ തലങ്ങൾ, മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് തുടങ്ങിയ പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ പരിശോധിച്ചാൽ ഈ ആളുകളുടേതായിരിക്കുന്ന സാന്നിധ്യം എവിടെയും കാണാനായിട്ട് കഴിയുന്നില്ല. 141 വർഷത്തെ പഴക്കം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുണ്ട്. 100 കണക്കിന് ആളുകൾ KPCC ഭാരവാഹികളായിട്ട്, DCC പ്രസിഡന്റുമാരായിട്ട്, അങ്ങനെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ആ പാർട്ടി എത്തിച്ചു. എന്നാൽ ഒരൊറ്റ ഒരാൾ പോലും ദളിത് ക്രൈസ്തവ വിഭാഗത്തിൽ നിന്ന് പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ എത്തിച്ചേർന്നതൊക്കെ കാണാനായിട്ട് കഴിയുന്നില്ല. അത് കോൺഗ്രസ് പാർട്ടിയിൽ മാത്രമല്ല, 6 പതിറ്റാണ്ടിലേറെ പഴക്കമുള്ള CPM പരിശോധിച്ചാൽ CPM ആ രാഷ്ട്രീയ പാർട്ടിയുടെയും താക്കോൽ സ്ഥാനങ്ങളിൽ, പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ ഈ സമുദായത്തിലുള്ള ആളുകൾ എത്തിയിട്ടില്ല. ആ രാഷ്ട്രീയ പ്രസ്ഥാനം വർഗീയ പ്രസ്ഥാനമല്ല, വർഗ പ്രസ്ഥാനമാണ്. ക്ലാസ് മാത്രമാണ് അവരുള്ളത്. തൊഴിലാളി മുതലാളി വർഗം എന്ന് പറയുന്ന ആ ഒരു പ്രസ്ഥാനത്തിൻ്റെതായിരിക്കുന്ന ബ്രാഞ്ച് തലങ്ങളിലല്ലാതെ അതിനപ്പുറത്തേക്ക് ഈ സമുദായത്തിന്റെ ആരും എത്തിയിട്ടില്ല. കാരണം 100 നൂറ്റാണ്ട് അടുക്കുകയാണ് CPI പ്രസ്ഥാനം ഈ രാജ്യത്തുണ്ടായത്. അതിന്റെയും താക്കോൽ സ്ഥാനങ്ങളിൽ, പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ ഈ ആളുകളെ കാണാനായിട്ട് കഴിയുന്നില്ല. അപ്പൊ ഇവിടുത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ ആരും തന്നെ ഈ സമൂഹത്തെ അംഗീകരിച്ചുകൊണ്ട് മതിയായിരിക്കുന്ന പ്രാതിനിധ്യം കൊടുക്കുവാനായിട്ട് തയ്യാറാകാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇത്തരം ഒരു സാഹചര്യത്തിലാണ് സമാന ചിന്താഗതിക്കാരായിരിക്കുന്ന ആളുകൾ, അത് ജാതിയില്ല, മതമില്ല,
ഇതൊരു നീതിയുടെ പ്രശ്നമാണ്. തുല്യതയ്ക്ക് വേണ്ടി, സമത്വത്തിന് വേണ്ടി, പ്രാതിനിധ്യത്തിന് വേണ്ടി ഒരു പോരാട്ടമാണ്. ആ പോരാട്ടത്തിൽ ഞങ്ങളോടൊപ്പം സഹകരിക്കുവാൻ കഴിയുന്ന മുഴുവൻ ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു ഫോറം ആണ് ഞങ്ങൾ രൂപപ്പെടുത്തിയിരിക്കുന്നത്. സാധാരണ പട്ടികജാതി വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനകത്ത് രണ്ടു തരത്തിലുള്ള സമീപനമാണ്. പട്ടികജാതി ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ സെപ്പറേറ്റ് ആയിട്ട് മാറുന്നതുകൊണ്ട് ആണ് അവരുടെ കാര്യങ്ങളെ സമീപിക്കാറുള്ളതിന് ഇത്തവണ ഈ കാര്യത്തിൽ പട്ടികജാതി പട്ടികവർഗ സംഘടനകൾ ധരിക്കുന്ന പരിപൂർണ പിന്തുണ ഞങ്ങൾ ധരിക്കുന്ന ഈ പോരാട്ടത്തിലുണ്ട്. അത് മാത്രമല്ല, മറ്റു വിഭാഗത്തിൽപ്പെട്ട ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് അതുപോലെ തന്നെ ഞങ്ങളുടേതായിരിക്കുന്ന ഈ ആവശ്യം ന്യായമാണെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ പൊതുസമൂഹത്തിന്റെ ഒക്കെ തന്നെ പിന്തുണ ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു പൊതുവായിരിക്കുന്ന വിഷയം എന്ന നിലയിൽ ഒരു ജനത അനുഭവിക്കുന്ന മാറ്റി നിർത്തൽ, ആ മാറ്റി നിർത്തൽ ശരിയല്ല എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ സഹകരിക്കാൻ കഴിയുന്ന മുഴുവൻ ആളുകളും ഞങ്ങളൊപ്പം സഹകരിക്കുന്നുണ്ട്. പൊതുസമൂഹത്തിന്റെ പിന്തുണ ഈ കാര്യത്തിലുണ്ട്. ഇവിടെ ഞങ്ങൾക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ള കാര്യം, നിങ്ങൾ നാട്ടിലുണ്ടാകുന്ന സമകാലീനമായിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് വളരെ ഗൗരവപൂർവ്വമായിരിക്കും ചർച്ച നടത്തുന്ന മാധ്യമ പ്രവർത്തകരാണ്. നിങ്ങൾ അടുത്ത ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ മുന്നണികളുടെ ഉന്നതരായിരിക്കുന്ന നേതാക്കന്മാരെ വിളിച്ചിട്ട് ഈ ഒരു ചോദ്യം ചോദിക്കണം: എന്തുകൊണ്ടാണ് ഈ കമ്മ്യൂണിറ്റിയെ മാറ്റി നിർത്തുന്നത്?